നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുന്ന സമയമാണിത്. പാലക്കാടും ഒപ്പം തന്നെ ചേലക്കരയും അതിനോടൊപ്പം വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഒക്കെ നടക്കാൻ പോകുന്നു. അപ്പോൾ വരാൻ പോകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തലിനെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തുന്നു. അവിടെ പാലക്കാട്ടുകാർ തന്നെ മത്സരിക്കട്ടെ, അവർ സ്ഥാനാർത്ഥിയാവട്ടെ എന്നുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നു. അതായത് രാഹുലിന് മണ്ഡലത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഈ എതിർപ്പൊക്കെ മറികടന്ന് സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രതിഷേധമുയർത്തുവാനുള്ള ഒരു തീരുമാനമടക്കം കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നു. ഒരിക്കലും നന്നാവാത്ത ഒരു പാർട്ടിയായി ഈ യൂത്ത് കോൺഗ്രസും മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ. തിരിച്ചുവരവ് നടത്തണമെന്നും വീണ്ടും അധികാരത്തിലേക്ക് എത്തണമെന്നും തോന്നുന്ന ജനാധിപത്യ മര്യാദ പോലുമില്ലാത്ത കുറേ നേതാക്കൾ, സ്വന്തം സ്ഥാനവും പദവിക്കും വേണ്ടി മാത്രം പാർട്ടിയെ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമായി അധപ്പതിച്ച കോൺഗ്രസ്. ഇവിടെ ഡോക്ടർ സരിനോ വി.ടി. ബലറാമോ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വിയോജിപ്പില്ല എന്ന് ഒരു വിഭാഗം വ്യക്തമാക്കുന്നു. ഈ ഡോക്ടർ പി സരിനോ, വി.ടി. ബലറാമോ ഒക്കെ പലവട്ടം ഇതേ മണ്ഡലത്തിൽ അവരുടെ ശക്തി തെളിയിക്കുവാൻ ശ്രമിച്ചവരാണ്, പരാജയപ്പെട്ടു പോയവരുമാണ്. പി സരിനും വി.ടി. ബലറാമെന്നും ഈ പറയുന്ന KSU രാഷ്ട്രീയത്തിലൂടെയോ യൂത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലൂടെയോ ഒക്കെ എത്തിയെന്ന് അവകാശപ്പെടാൻ പോലും കഴിയാത്തവരാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. സാമൂഹ്യ ജീവികൾ, സമൂഹ മാധ്യമങ്ങളുടെ മാത്രം എത്തുന്ന ഇത്തരത്തിൽ ഉള്ള വി.ടി. ബലറാമോ, പി സരിനോ എന്നും യൂത്ത് കോൺഗ്രസിൻ്റെ എന്നല്ല ഒരു കോൺഗ്രസിൻ്റെയും ശക്തിയാവില്ല എന്നുകൂടി പറയട്ടെ. ഇവിടെ വി.ഡി. സതീശനെയൊക്കെ കണ്ട് പിന്തുണ അറിയിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ പി സരിൻ നടത്തുന്നുണ്ട്. പക്ഷേ അതേസമയം വി.ഡി. സതീശൻ്റെ പിന്തുണ എന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല കെ മുരളീധരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഡോക്ടർ പി സരിൻ, ഇങ്ങനെ 3 പേരുകൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളാണ് കോൺഗ്രസിൻ്റെ പട്ടികയിലുള്ളതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെയും ഡോക്ടർ പി സരിന് വേണ്ടിയും മറ്റ് പല നേതാക്കളുമൊക്കെ രംഗത്തെത്തുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഷാഫി പറമ്പിലും രംഗത്തെത്തിയത്. കാരണം ഷാഫി ഈ പാലക്കാട് നിയോജക മണ്ഡലം വിട്ട് വടകരയിലെത്തി MP ആയിട്ട് ഡൽഹിയിലേക്ക് പോയതോടുകൂടിയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഷാഫി പറഞ്ഞ മറുപടിയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ എന്നാണ്. പക്ഷേ അത് കേൾക്കാൻ അവിടുത്തെ മറ്റു നേതാക്കൾ തയ്യാറല്ല. പകരം അവിടെ ഡോക്ടർ പി സരിനെ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുന്നു. സരിനൊരു ലോക തോൽവിയാണെന്നുള്ളത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വരെ അറിയാം. അപ്പോൾ പിന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? സരിനായിട്ട് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളൊക്കെ രംഗത്തുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ അതിനിടെയാണ് സരിൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കാണുന്നുമുണ്ട്. അവിടെ രാഹുലിനെ മത്സരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. സ്ഥാനാർത്ഥിത്വം പിന്തുടർച്ചാവകാശം പോലെ ആക്കരുത് എന്നും ജനാധിപത്യ മര്യാദ പാലിക്കണമെന്നുമാണ് സരിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. പാലക്കാടിൻ്റെ ഒരു മുഖം അത് ഇന്നുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഡോക്ടർ സരിൻ രാഹുലിനെ മത്സരിപ്പിക്കരുത് എന്ന് പറയുന്നതിൽ എന്തു ജനാധിപത്യ മര്യാദയാണുള്ളത്? താങ്കൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചു നോക്കൂ. താങ്കൾ പലവട്ടം മത്സരിച്ച് പരാജയപ്പെട്ടു പോയവരാണ്. ജനം താങ്കളെ തിരസ്കരിച്ചതാണ്. എന്നിട്ടും താങ്കൾ പറയുന്നു താങ്കൾക്ക് പാലക്കാട് മത്സരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ മണ്ടത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പാർട്ടി, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസോ, അവർക്കൊരു തിരിച്ചുവരവ് നടത്താൻ പറ്റുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇങ്ങനെയാണ് ഈ നേതാക്കളുടെയും ഒപ്പം തന്നെ പാർട്ടിയുടെയും പോക്കെങ്കിൽ ഒരു കാലത്തും നന്നാവാത്ത ഒരു പ്രസ്ഥാനമായി ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിരന്തരം ഇവർ CPM ആക്ഷേപിക്കുന്നുള്ളൂ. പാലക്കാട് CPM വോട്ടുകൾ ലഭിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും നിരന്തരം CPM അധിക്ഷേപിക്കുന്ന രാഹുൽ മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്നും ഒക്കെ ചില നേതാക്കൾ ഇതിനെതിരെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഹുലിന് ജില്ലയിലെ ഭൂരിഭാഗം നേതാക്കളുടെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരാണ്. എന്നാൽ പാലക്കാട് രാഹുൽ അൺഫിറ്റ് ആണെന്നാണ് പറയപ്പെടുന്ന പല നേതാക്കളും. പകരം അവിടെ കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്ന്. പക്ഷേ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടാനൊന്നും കെ മുരളീധരൻ തയ്യാറല്ല. അദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൻ്റെ സാരഥിയാകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ പുത്രനാവാൻ എന്തായാലും കെ മുരളീധരൻ ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ സാധ്യത എന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷേ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ്. കാരണം ഈ യൂത്ത് കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊള്ളും. ഇപ്പോൾ പാലക്കാട് വേണമെങ്കിൽ CPIM നിന്ന് വരാൻ പോകുന്നത് V. വസീഫായിരിക്കും. ഒപ്പം തന്നെ BJPക്ക് വേണ്ടിയിട്ട് K. സുരേന്ദ്രനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ എത്തിയേക്കാം. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ പ്രചരണം തുടങ്ങുവാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് CPIM.
ആളെ നമുക്ക് പിന്നെ പറയാം, അതിനു മുമ്പ് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാമെന്ന് പറയപ്പെടുന്ന പാർട്ടിയായി നമ്മുടെ CPIM മാറിക്കഴിഞ്ഞു. 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നേക്കാം. അതിനു മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് മുന്നേറ്റമുണ്ടാക്കുവാനുള്ള ഒരു ശ്രമം പാർട്ടി നടത്താൻ പോകുന്നു. എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇപ്പോൾ ആലോചന തുടങ്ങി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുന്നിലെത്തിയ BJPയും വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത്. അതായത് 2 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലങ്ങളിലും, അതായത് ചേലക്കരയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും കോൺഗ്രസ്സിന് പ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങളാണ്. ഒന്ന്, പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ചേലക്കരയിൽ ആലത്തൂരിൻ്റെ MP ആയിരുന്ന രമ്യ ഹരിദാസിനെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കൂടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. പകരം അവിടെ VK ശ്രീകണ്ഠൻ്റെ ഭാര്യ തുളസിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുകയാണെങ്കിൽ ഒരു പരാജയം കൂടി അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ചേലക്കര എന്ന് പറയപ്പെടുന്ന K രാധാകൃഷ്ണൻ്റെ മണ്ഡലമാണ്. ആ രാധാകൃഷ്ണൻ്റെ മണ്ഡലം CPMന് വളരെയധികം പ്രയോജനപ്രദമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ CPMനുള്ളിലെ പടലപ്പിണക്കങ്ങൾ മാത്രമാണ് UDFന് വിജയസാധ്യത കൽപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ CPM BJP അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാട്ടിക്കൊണ്ട് PV അൻവർ MLA കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളതാണ്. അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പാലക്കാടും ചേലക്കര സീറ്റുകളിലൊക്കെ CPM BJP ധാരണയുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ചത് ADGP MR അജിത് കുമാറാണ് എന്ന് തന്നെയാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് ആ പാർട്ടി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് BJP CPM ബാന്ധവത്തെക്കുറിച്ച് വളരെ കൃത്യമായി അൻവർ പൊതുസമൂഹത്തോട് പറയാൻ ശ്രമിച്ചത്. അതായത് പാലക്കാട് സീറ്റിൽ BJPക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നും അതിൻ്റെ അലയൊലികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നും, ഒപ്പം തന്നെ ചേലക്കര സീറ്റിൽ BJP CPMന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് പാലക്കാട് സീറ്റിൽ കൃഷ്ണകുമാറിനെയോ ശോഭാ സുരേന്ദ്രനെയോ K സുരേന്ദ്രനെയോ ആരെ നിർത്തിയാലും BJPക്ക് വിജയിക്കാം. അവിടുത്തെ കച്ചവടം എന്ന് പറയപ്പെടുന്നത് CPMൻ്റെ വോട്ടുകൾ BJPക്ക് ലഭിക്കും. അതേസമയം ചേലക്കരയിലേക്ക് വരുമ്പോൾ ചേലക്കര സീറ്റിൽ BJP എന്ന് പറയപ്പെടുന്നത് CPMന് വോട്ട് മറിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതെല്ലാം അൻവർ കൂടി പറയുന്നതാണ്. ആ വാർത്തകളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതായത് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലായിരിക്കും. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തുടർന്നാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്തതിന് തുല്യമാകും എന്നും പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ എല്ലാ പാർട്ടിയിലെയും ചില ഉന്നത നേതാക്കൾ ഈ കൂട്ടുകെട്ടിൽ പങ്കാളികളാണ് എന്നുള്ളത് അൻവർ തുറന്നടിക്കുമ്പോഴും പൊതുസമൂഹത്തിനത് ധാരണയുണ്ട്. എല്ലാ പാർട്ടികളിലെയും മുതിർന്ന നേതാക്കൾ ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും പാലക്കാടിൻ്റെ ചിത്രത്തിലേക്ക് എത്തപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് ലഭിക്കേണ്ട സീറ്റ് മറ്റാർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലെ ഈ പടലപ്പിണക്കം എന്തായാലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി വന്നാൽ പോലും ഇവിടെ പാലക്കാട് ജയിക്കാൻ കഴിയില്ല. കോൺഗ്രസ്സുകാർ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.